നമ്മുടെ ഈ മലബാർ ഏരിയയിലെ കല്യാണങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ. ഞാനിപ്പോൾ ഈ അടുത്തൊരു 4-5 കല്യാണങ്ങൾക്ക് പോയപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അഥവാ ഈ 2 കൂട്ടരുടെയും കല്യാണം ഒരൊറ്റ ഹാളിൽ വെച്ച് നടത്തും. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം ഒരൊറ്റ ഹാളിൽ വെച്ച് നടത്തും. ഈ ഹാളിലേക്ക് ഈ ഉച്ച സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ ആയിരിക്കും ഈ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടാവുക. ഈ സമയമാകുമ്പോഴേക്ക് ഈ ഉച്ച സമയത്ത് ഈ പറഞ്ഞ എല്ലാ ക്ഷണിക്കപ്പെട്ട അതിഥികളും മുഴുവനായിട്ടും ഒരു 1-2 മണിക്കൂറിൻ്റെ ഇടക്ക് കയറി വരും. ഇങ്ങനെ കയറി വന്നാൽ ഒരിക്കലും മിക്ക ഹാളുകളിലും ഇത്രയും ആളുകൾ ഒരുമിച്ച് ഡൈനിങ് ചെയ്യാൻ അല്ലെങ്കിൽ ഭക്ഷണത്തിന് അവിടെയുള്ള സൗകര്യം അവിടെ ഉണ്ടാവില്ല, മിക്ക ഹാളിലും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഈ അടുത്ത് പോയ കല്യാണങ്ങൾക്കൊക്കെ, ഞാൻ ഫസ്റ്റിൽ പോയ കല്യാണത്തിന് ഇതേപോലെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഫ്രണ്ടിൽ പോയി നിന്നു. അവിടെ ചെന്ന സമയത്ത് ഹോള് ഫുള്ളാണ്, ആളുകൾ അവിടെ ഭക്ഷണം ഫുള്ളായിട്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തേക്ക് ഈ ഡൈനിങ് ഹാളിലേക്ക്, ഭക്ഷണം കഴിക്കുന്ന ആ ഹാളിലേക്ക് ആളുകൾ വരാതിരിക്കുന്നതിന് വേണ്ടി ഡോറ് അകത്തുനിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. അപ്പോൾ ഡോറിനോട് അടുത്ത് തന്നെ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഞാനും നിന്നു. കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോഴേക്ക് പിന്നിൽ നിറയെ ആളുകളായി. നിറയെ ആളുകൾ വെച്ചാൽ നമുക്കൊന്നും തിരിച്ചു പോരാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആളുകൾ അവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വന്നവരാണ്. അപ്പം ഇങ്ങനെ വന്ന് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നിൽ നിറയെ ആളുകളാണ്, അത്യാവശ്യം നല്ലൊരു ആളുകൾ അവിടെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹാളിലെ ആളുകളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, മുഴുവനായിട്ടും കഴിഞ്ഞാൽ, അവിടെ പുതിയത് ഡൈനിങ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ ഡോറ് തുറക്കുള്ളൂ. അവിടെയാണ് ഇതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് പിന്നിൽ നിന്ന് നല്ലൊരു തള്ളു വരും. ഈ തള്ളിൽ നമ്മളെങ്ങാനും ഫ്രണ്ടിക്ക് നമ്മളങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ, കാരണം ബാക്കിൽ നിന്ന് തള്ളാണല്ലോ, ഈ വീണ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം എടുക്കാനില്ല. കാരണം വീണ് കഴിഞ്ഞാൽ പിന്നെ ചവിട്ട് വരും. ആള് ജീവൻ കിട്ടിയ വലിയ ഭാഗ്യം. ഇങ്ങനെയുള്ള ഒരുപാട് കല്യാണങ്ങൾ ഈ അവർ ലാഭം നോക്കുകയാണ്. ആര്? ഈ ചെറുക്കൻ്റെയും അതുപോലെ തന്നെ പെണ്ണിൻ്റെയും വീട്ടുകാരുടെ ഒറ്റ ഹാളിൽ വെച്ച് നടത്തിയാൽ ഹാളിൻ്റെ പൈസ ലാഭം നോക്കുകയാണ്. പക്ഷെ വരുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു ഭക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണം ഇപ്പോൾ ആരും കാണാത്തതാണ് അല്ലല്ലോ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഭക്ഷണം, ബിരിയാണിയോ കുഴിമന്തിയോ എന്താ ഇന്നത്തെ കാലത്ത് എവിടെ കിട്ടാത്തത്? അത് ഭക്ഷണം കാണാത്തത് കൊണ്ടോ, ഭക്ഷണം വീട്ടിലില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ആ സ്പെഷ്യൽ ഭക്ഷണം ബിരിയാണിയോ കുഴിമന്തിയോ അത് കിട്ടാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഇന്നത്തെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ ആരും ഭക്ഷണം കാണാത്ത ആളുകളോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് പൈസ ഇല്ലാത്ത ആളുകളോ ഒന്നുമല്ല ഈ കല്യാണത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കല്യാണങ്ങൾ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കല്യാണത്തിന് നമ്മൾ വിളിച്ചിട്ട് ക്ഷണിച്ച് വരുത്തിയ അതിഥികളാണ്. ഈ അതിഥികളെ നമ്മൾ സൽക്കരിക്കണം. അവരെ വെറും ഒരു തീറ്റക്കാരായിട്ട് അല്ലെങ്കിൽ തിന്നാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ആളുകൾ അങ്ങനെയല്ല നിങ്ങൾ ക്ഷണിക്കുന്നത്, മറിച്ച് അവരെ നമ്മൾ ക്ഷണിക്കണം, അതിഥികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ സമയം ഇരിക്കാനുള്ള അങ്ങനെയുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിലും പരമാവധി സെപ്പറേറ്റ് ആക്കാൻ നോക്കുക. ഈ ആളുകൾ മുഴുവൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും ക്ഷണിച്ചിട്ടുണ്ട്, ഒരു 1000 ആളുകളിൽ ഒരു 500 ആളുകളെങ്കിലും ഒരുമിച്ച് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. അവിടെ തിക്കും തിരക്കും ആകും. ഭക്ഷണത്തിന് വേണ്ടി വെറുതെ തിക്കും തിരക്കും കൂട്ടും. ഇങ്ങനെ നമ്മൾ മുൻകൂട്ടിയിട്ട് നമ്മളൊന്ന് കണക്ക് കൂട്ടിയിട്ടൊന്ന് ആലോചിച്ചിട്ട് അതിനനുസരിച്ചൊരു തീരുമാനം എടുക്കുക. 2 കൂട്ടരും കൂടെ ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാകും. എല്ലാവരും ഒരുപോലെ ആകൂല. പിന്നെ മാത്രമല്ല, അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മളൊന്ന് നോക്കുക. എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആക്കുക. പൈസ നമ്മൾ ലാഭം നോക്കുക അല്ലല്ലോ ചെയ്യേണ്ടത്, ആളുകളുടെ സൗകര്യമല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് താങ്ങാൻ കഴിയില്ല, വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് കണ്ടാൽ ഏറ്റവും നല്ലത് സെപ്പറേറ്റ് ആക്കാനാണ്. കുറച്ച് പൈസ നമുക്ക് നഷ്ടം വന്നാലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. സെപ്പറേറ്റ് ആക്കുക. ഒരുമിച്ച് ഒറ്റ ഹാളിലാക്കുന്നതിനേക്കാളും നല്ലത് പിന്നെ അതിന് മാത്രം സൗകര്യമുള്ള വലിയ ഹാളുകളായിരിക്കണം.